ഇന്ന് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാം പുണ്യ സുദിനങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാറ് ഇപ്പോൾ പറഞ്ഞതുപോലെ എല്ലാം റിലീജിയനും 3 ഭാഗങ്ങളുണ്ട്: ചരിത്രം, ആചാരം, ദർശനമെന്ന്. ചരിത്രം എന്ന് പറയുന്നത് ആ റിലീജിയൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കഥകളും അത് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആ മതത്തിൻ്റെതായ ചരിത്രം. രണ്ടാമത്തെ ആചാരം, നമ്മളെല്ലാം അനുഷ്ഠിച്ചു വരുന്ന ഓരോ മതത്തിലെയും ആചാരം വളരെ വ്യത്യസ്തമാണ്. മൂന്നാമത്തേതാണ് ദർശനം. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 മതത്തിൻ്റെയും ദർശനം ഒന്നാണെന്നുള്ളതാണ്. അതായത് മനുഷ്യരുടെ നന്മ, മനുഷ്യർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് 3 മതസ്ഥരുടെയും 3 മതത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ പാർട്ടിലേക്ക് ആരും കടന്നു പോകാതെ എല്ലാവരും ഈ ആചാരത്തിൽ വന്ന് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിലുള്ളവർ ചോറ് കഴിക്കുന്നു, ചില സ്ഥലങ്ങളിൽ ചപ്പാത്തി കഴിക്കുന്നു, ഇനി വേറെ ചില സ്ഥലങ്ങളിൽ നൂഡിൽസ് കഴിക്കുന്നു. ഇത് 3 ഭക്ഷണ സാധനമാണെങ്കിലും ഇതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ വിശപ്പ് ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പല ഇതും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും അതിൽ നേരെ ധരിക്കുന്ന കുറേ ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം നമ്മളുടെ കുടുംബത്തിൽ നിന്ന് സ്നേഹം ഇല്ലാതെ ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ നെയ്യപ്പത്തിൽ നെയ്യില്ലെന്നാണ് പറയുക എന്ന് പറയുന്ന പോലെ ഈ സ്നേഹബന്ധത്തിൽ സ്നേഹവും ഇല്ലെന്നാണ് പറയുക. നെയ്യപ്പത്തിൽ നെയ്യ് കാണാറില്ല, പക്ഷെ നെയ്യപ്പമാണ്. പക്ഷെ എന്ന് പറയുന്ന പോലെ സ്നേഹബന്ധത്തിൽ സ്നേഹവും കാണുന്നില്ലാതെ എല്ലാവരും തിരിച്ച് ഈ ഏതൊരു സ്നേഹബന്ധത്തിലും നമ്മൾ ബാക്കി പലതിനും മുൻതൂക്കം കൊടുക്കുകയും സ്നേഹത്തിൻ്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു പോകുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിലൊരു ദേശാടന കിളികൾ ഇങ്ങനെ ഒരു ദേശത്തിൽ നിന്ന് അത് മറ്റൊരു ദേശത്തിലേക്ക് ഇങ്ങനെ പറന്നു പോവുകയാണ്. അപ്പം അതിലൊരു ചെറിയ ഒരു കുഞ്ഞു കിളി ഉണ്ടായിരുന്നു. അപ്പം എല്ലാ കിളികളുടെ ഒപ്പം സമുദ്രത്തിന് മുകളിലൂടെ പറന്നപ്പം ഈ കുഞ്ഞു കിളിക്ക് വളരെ ടയേർഡായി, അതിൻ്റെ ചിറകിനൊക്കെ ബുദ്ധിമുട്ടായി, അവരുടെ ഒപ്പം പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കിളി അവരോട് പറഞ്ഞു, നിങ്ങൾ നടന്നോ, നിങ്ങൾ പറന്നോ, ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാം എന്ന് പറഞ്ഞതനുസരിച്ച് ആ കിളികളൊക്കെ പറന്നു. അപ്പോൾ ഇതിൻ്റെ ചിറക് മടുത്തപ്പോൾ ഇത് വളരെ താന്ന് പറന്ന് അടുത്തുള്ള ഒരു മയങ്ങി അതൊരു ജലാശയത്തിൽ വീണപ്പം മുങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ ഒരു തിമിംഗലം ഉയർന്നു വന്ന് അതിൻ്റെ മുതുകിൽ ഈ കിളിയെ പൊക്കിക്കൊണ്ടുവരികയും അത് വളരെ സ്പീഡിൽ സഞ്ചരിച്ച് ഇവരെല്ലാം എത്തേണ്ട കരയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ പുറത്തിങ്ങനെ മയങ്ങി കിടക്കുകയാണ്. ഇത് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു തിമിംഗലം എന്നെ കൊണ്ട് യാത്രയാകുകയാണ്. അപ്പോൾ ഇതിന് പോകേണ്ട ദ്വീപിൻ്റെ അടുത്തെത്തി ആ തിമിംഗലം അവിടെ നിന്നപ്പം വളരെ സ്നേഹത്തോടു കൂടി അത് അതിൻ്റെ ആ പുറമെ ഒന്ന് സ്നേഹത്തോടെ ചുണ്ടുകൊണ്ടൊന്ന് തലോടി ആ കിളി പോയി ആ മറ്റു കിളികൾ വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റു കിളികളെല്ലാം വന്നപ്പോൾ ഈ ലാസ്റ്റായി പോകുന്നുള്ള ആൾ ആദ്യം ഇരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ മൃഗങ്ങൾ വരെ ആ സൃഷ്ടിയിൽ പ്രപഞ്ചം കൊടുത്തിട്ടുള്ള സ്നേഹം അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. മനുഷ്യനിൽ നിന്ന് എല്ലാ സ്നേഹബന്ധങ്ങളും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു, സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ നമുക്ക് ആദ്യം നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക എന്നാണ്. ലവ് എന്ന് പറയുന്ന 4 വാക്കിന് ആ 4 സ്പെല്ലിന് അർത്ഥം കൊടുക്കുന്നത് എൽ എന്ന് പറയുന്നത് ലിസൺ, കേൾക്കുക എന്നാണ്. മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഓയ്ക്ക് അർത്ഥം ഒരു തുറന്ന സമീപനം, ഓപ്പൺനെസ്. നമ്മൾ അവരോട് ഒരു തുറന്ന സമീപനം, ഹൈഡ് ചെയ്യാതെ ഓപ്പണായിട്ട് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് വാല്യൂ ആണ്. നമ്മൾ ആ സ്നേഹത്തിന് എപ്പോഴും ആ വ്യക്തിത്വത്തിന് ഒരു വാല്യൂ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാണ്. നാലാമത്തെ എന്നാൽ എൻകറേജ് ആണ്. നമ്മൾ അവരെ എല്ലാ കാര്യത്തിലും അവരുടെ കഴിവും, എല്ലാവർക്കും കഴിവുമുണ്ട്, കഴിവ് കുറവുമുണ്ട്, അവരെല്ലാവരെയും ഒന്ന് അഭിനന്ദിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു സ്നേഹം പരിപൂർണമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 55 വയസ്സുള്ള ഒരു ലേഡി പോയിട്ട് ഡിവോഴ്സിന് ഒരു കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ജഡ്ജി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നമൊന്നുമില്ല സാറേ, പക്ഷെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് കാര്യം? അദ്ദേഹത്തിന് സ്നേഹമില്ല, അദ്ദേഹം ഉപദ്രവിക്കുമോ? ഇല്ല, അദ്ദേഹം ഉപദ്രവിക്കത്തൊന്നുമില്ല.
അദ്ദേഹം നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങി തരിക, ചിലവിന് തരിക, ഇതൊന്നും ചെയ്യുന്നില്ലേ? ഇല്ല, അതൊക്കെ തരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് കുട്ടികളില്ലേ? ഉണ്ട്, മോളുണ്ട്, മോളെ വിവാഹം ചെയ്ത് വിട്ടു. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രവർത്തി? ശാരീരികമായ ഉപദ്രവമില്ല, ജീവിക്കാനുള്ള ചുറ്റുപാടുകളുണ്ടോ? അയ്യോ, ചുറ്റുപാടൊക്കെ ഉണ്ട്, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, ജീവിതം അങ്ങനെ പോകുന്നുണ്ട്. ഇനിയും നമുക്ക് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഫിസിക്കലി ഉള്ള എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കുകയോ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഇതാക്കുകയോ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല സാറേ, അതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ലാസ്റ്റ് ജഡ്ജിന് ദേഷ്യം വന്നു. ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ആളാണോ? അതെ, വർക്ക് ചെയ്യുന്ന ആളാണ്. ഇനി 1 വർഷം കൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് പെൻഷനാവും. പിന്നെ വർക്ക് ചെയ്യുന്നിടത്ത് എന്താണ് അത്, വർക്ക് ചെയ്യുന്നിടത്ത് അടുത്താവാൻ വേണ്ടി അദ്ദേഹം ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു വീടെടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ എന്താണ് കുഴപ്പം? എല്ലാം കൊണ്ടും വീട് സ്വന്തം വീടാണ്, അതും കുഴപ്പമില്ല. പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാറേ. രാവിലെ അദ്ദേഹം എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ആയ എക്സസൈസ്, വാക്കിംഗ് പോവുക, കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന് ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓരോ ദിവസവും ഇന്നത് വേണമെന്ന് നിർബന്ധമാണ്. അത് കൃത്യമായിട്ട് ഞാൻ അവിടെ ഉണ്ടാക്കി മേശപ്പുറത്ത് വയ്ക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹം ഓഫീസിൽ പോകും. ഓഫീസിൽ പോയിട്ട് ലഞ്ചിനും ഇന്നത് വേണം, ഇന്ന ദിവസം ഇന്ന കറികൾ വേണം, അതൊരു കാരണവശാലും മാറാൻ പാടില്ല, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല. ഇന്ന ദിവസങ്ങളിൽ ഇന്ന കറികൾ വേണം. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഞാൻ എൻ്റെ കടമ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ 3 മണിക്കുള്ള ടീ ബ്രേക്ക് വരുമ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നിട്ടാണ് ചായ കുടിച്ചിട്ട് പോവുക. അതുപോലെ വൈകിട്ട് വന്നു അദ്ദേഹത്തിന് ഇന്ന ഫുഡ് ഇന്നത് വേണം, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ നിഷ്ഠയാണ്. ഓക്കെ, അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ആരുമല്ല. അദ്ദേഹം ഒരു യന്ത്രമനുഷ്യനെ പോലെ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് യാതൊരു ഒരു അറ്റാച്ച്മെൻറ്റും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നോടില്ല. അപ്പോൾ പിന്നെ ഇത്ര വയസ്സിൽ നിങ്ങൾ എന്തിനാണ് ജീവിച്ചത്? അത് കഴിഞ്ഞ വർഷമാണ് എൻ്റെ മോളെ വിവാഹം ചെയ്ത് വിട്ടത്, ഒരു 3 വർഷം മുമ്പ്. അപ്പോൾ പിന്നെ ഇത്ര നാൾ വെയിറ്റ് ചെയ്തോ? അപ്പോൾ മോൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ട വന്നാൽ അതെനിക്കിവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ മോൾ ഇൻഡിപെൻഡൻ്റായി, അവൾ സേഫായി, അവളുടെ കാര്യങ്ങൾ കുഴപ്പമില്ല. അപ്പോൾ ഇനി എനിക്കതിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. കാര്യം ഇത് പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൂടപ്പിറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒപ്പം നമ്മളേതോ കുടുംബത്തിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുവരികയും നമ്മുടെ ബെഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ടും അവരുടെ ആ ഒരു സ്പന്ദനം അറിയാൻ പറ്റാതെ പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തിരിച്ചറിവില്ലായ്മയാണ്. അടിമത്വം ഒക്കെ കഴിയേണ്ട കാലം എന്നേ കഴിഞ്ഞു. എന്നാലും ഇന്നും പലവരും പല രീതിയിലും ഒരു വലിയ അടിമത്വം അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ മക്കൾക്ക് സ്നേഹമുണ്ടാകത്തുള്ളൂ. മക്കൾക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളുടെ അവസാന കാലത്ത് മക്കൾ നമ്മുടെ കൂടെ സഹായമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ നിൽക്കത്തുള്ളൂ. ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ചീറ്റിംഗ് ആയിട്ടെന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു കുളത്തിൻ്റെ കരയിലിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രായമുള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഈ മീൻ പിടിക്കുകയാണ്, ഇത് പിടിച്ച് ഞാൻ ഒരു ദിവസം ഒരു 1500 രൂപയോളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് നല്ല പരിപാടിയാണല്ലോ, ഒരു ദിവസം 1500 രൂപ ഉണ്ടാക്കുമെങ്കിൽ ഇത് നല്ല പരിപാടിയാണല്ലോ, അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീന് ചൂണ്ടയിട്ട് പിടിക്കുക, അടുത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഈ മീനെ ഓരോന്ന് എടുത്തിടുക. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ചൂണ്ടയിട്ട് ഒരു മീനെ പിടിച്ച് 1500 രൂപ ഉണ്ടാക്കുന്നത്? അതൊരു പ്രത്യേക രാവിലത്തെ എത്ര മണിക്ക് ആ ഒരു വെയിലുണ്ട്. അപ്പോൾ 1000 രൂപ തന്നാലാണ് ഞാൻ ഈ ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ശരി, 1000 രൂപ തരാം, എന്നാൽ എന്നെ പഠിപ്പിക്കണം. കാര്യം ഒരു ദിവസം ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് 1500 രൂപ ഉണ്ടാക്കാൻ പറ്റിയാലും നല്ല കാര്യമല്ലേ. അപ്പം 1000 രൂപ തരുവാണെങ്കിലാണ് ഞാൻ പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇത് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മീനെ പിടിക്കുന്നത് ചൂണ്ടയിട്ട്? അത് പറഞ്ഞ്, ഈ സൂര്യപ്രകാശം ഇങ്ങനെ വരുമ്പോൾ ഞാനൊരു കണ്ണാടി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആ കണ്ണാടിയിലൂടെ സൂര്യപ്രകാശം റിഫ്ലക്റ്റായി മീനിൻ്റെ കണ്ണിൽ പെടുമ്പം അതിനൊരു വല്ലാത്ത അവസ്ഥ വരും. അപ്പം ഞാൻ അതിനെ പിടിച്ച് പാത്രത്തിലോട്ടിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് എത്ര എണ്ണം പിടിച്ചു? അപ്പോൾ പറഞ്ഞു, സാറിനെയും കൂടെ കൂട്ടി 5-ാമത്തെ ആളാണ്. 1000 രൂപ സാറിനെ കൂടെ കൂട്ടി 5-ാമത്തെ ആളാണ്. ഇതാണ് ഇന്നത്തെ ലോകം. നമുക്കൊരു തലത്തിലും ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത
കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയാമോ? ഈ ഉപകാരം നമുക്ക് അറിയാവുന്ന ആളുകൾക്ക് നമ്മൾ സാധാരണ സഹായിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചെല്ലുക, അന്വേഷിക്കുക, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും, അല്ലേ? അറിയാവുന്ന സഹായങ്ങൾ ചെയ്താൽ അതിൻ്റെ ഉപകാരം നമ്മൾക്ക് തിരിച്ചു കിട്ടും. നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത ആളെ നമ്മൾ സഹായിച്ചാൽ നമ്മളുടെ പരമ്പരയ്ക്ക് തന്നെ ആ സഹായം കിട്ടുമെന്നാണ്. സഹായം കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ദാനത്തിന് ഒത്തിരി അർത്ഥമുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പുള്ള പല ക്ലാസ്സുകളിലും നമ്മൾ വളരെ ക്ലിയറായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും അറിയേണ്ടത്, നമ്മളൊരു ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഒരു മനസ്സുഖം കൂടെയാണ്. ഉപദ്രവിക്കുന്നതുണ്ട്, ചില ആളുകൾ അങ്ങനെയുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും, നല്ല ഭാര്യയും ഭർത്താവുമാണ്, അവരിങ്ങനെ വീട്ടിൽ ഇരിക്കുക, ഭാര്യ കിച്ചണിൽ എന്തോ പണിയാണ്. അപ്പോൾ ഇദ്ദേഹം പേപ്പറൊക്കെ വായിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഡോറിൽ തട്ടിയിട്ട് തിണ്ണയിൽ കയറി വന്നിട്ട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും പാലക്കാട് നടന്ന സംഭവമാണ്, പാലക്കാട് ഉള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇദ്ദേഹം കയറി വന്നിട്ട് പറഞ്ഞു, സാർ അപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് എന്ന് ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, ഞങ്ങളിവിടെ പാലക്കാട് ഒരു സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ എൻ്റെ വൈഫിന് പെട്ടെന്നൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, അവൾ മരിച്ചുപോയി. അപ്പോൾ അവളെ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പൈസ എൻ്റെ അടുത്ത് കുറവാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ ഇദ്ദേഹം വളരെ ആഢ്യത്തിലാണ് സംസാരിക്കുന്നത്, ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, പാലക്കാട് എവിടെയാണ്, ഏത് സ്ഥലത്താണ്? അപ്പോൾ പറഞ്ഞു, ആ ബ്രിഡ്ജിൻ്റെ അപ്പുറം ഇന്ന സ്ഥലത്താണ്, വൈഫിൻ്റെ ബോഡി അവിടെ ഇട്ടിരിക്കുകയാണ്, എനിക്ക് കൊണ്ടുപോകണം. പെട്ടെന്ന് അവൾ ഇതായിപ്പോയി, അവൾ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ എത്ര മണിക്കാണ് നിങ്ങൾ വന്നത്, നിങ്ങൾ എത്ര ദിവസമായി, നിങ്ങൾ എന്തിനാണ് വന്നത്, തമിഴ്നാട്ടിൽ എവിടെയാണ്, നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിലുണ്ടോ, ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും കൊടുത്ത് വിടാൻ മേലെ, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുത്ത് നിങ്ങൾക്ക് വിടാമല്ലോ. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ ഇഷ്ടം പോലെ കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ഇവർ കാശിന് വേണ്ടി വരുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിൽ വളരെ ടോർച്ചറിങ് ചെയ്തിട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വണ്ടിയെ പോയപ്പോൾ ഒരാൾ ഇങ്ങനെ സഹായം ചോദിച്ചു, നമ്മൾ അവർക്ക് പൈസ കൊടുത്തു. നമ്മൾ വൈകിട്ട് സിനിമ കാണാൻ ചെന്നപ്പോൾ അവർ തിയേറ്ററിൽ ഇരിക്കുകയാണ്. ഇങ്ങനത്തെ ലോകമാണ്, അതുകൊണ്ട് ആരെയും സഹായിക്കാൻ പറ്റരുത്, അതുകൊണ്ട് നീ പോ എന്ന് പറഞ്ഞ് വൈഫിനെ വഴക്ക് പറഞ്ഞ് ഇദ്ദേഹം വിട്ടിട്ട് അപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ എനിക്ക് സഹായം ഒന്നും തരണ്ട, ഞാൻ പൊക്കോളാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു നടങ്ങിപ്പോയി. പോയി കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഭാര്യയും ഇവരും തമ്മിൽ ഭയങ്കര വാക്ക് തർക്കമായി, ഉടക്കായി. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾ അയാളെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഫോളോ ചെയ്ത്, ആ പുള്ളി പോയ വഴി ഫോളോ ചെയ്ത് അദ്ദേഹം പറഞ്ഞ ആ പാലത്തിൻ്റെ വളവ് തിരിഞ്ഞ് അവിടെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ തിണ്ണയിൽ ഈ വൈഫ് മരിച്ചു കിടക്കുകയാണ്. ഇദ്ദേഹം അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ കൂടി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ വൈഫ് ചോദിച്ചു, എന്താണ് കാര്യം? ഞാൻ അന്നേരം പറഞ്ഞില്ലേ, അത് പക്ക ഫ്രോഡാണ് ആൾ. അവരും ഇല്ല, അവിടെ ബ്രിഡ്ജും ഇല്ല, അവിടെ അങ്ങനെ ഒരു സ്ഥലവും ഇല്ല, അങ്ങനെ ഒരാളും ഇല്ല. ഇത് നമ്മളിൽ പല ആളുകളും ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിൽ നമ്മൾ വലിയ പിശുക്ക് കാണിക്കുന്ന ആളാണ്. നമുക്കറിയാൻ പറ്റത്തില്ല. സഹായം ചെയ്യുന്ന മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും, പണ്ടൊക്കെ ഉള്ള അച്ഛനും അമ്മയ്ക്കും 10 മക്കളുണ്ടെങ്കിൽ ഈ ഒരമ്മ ഈ ഒരച്ഛൻ ഈ 10 മക്കളെ നോക്കും. മനസ്സിലായോ? ഈ 10 മക്കളെ ഇവർ നോക്കും. പക്ഷേ ഇതിൽ ഈ 10 പേരിൽ ഇവർ നമ്മളെ തിരിച്ച് പേരൻസിനെ എങ്ങനെയാണ് നോക്കുന്നത്? 6 മാസം അമ്മ ചേട്ടൻ്റെ കൂടെ നിൽക്കട്ടെ, ഇല്ല 6 മാസം അനിയൻ്റെ കൂടെ നിൽക്കട്ടെ, അല്ലെ പെങ്ങളുടെ കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകയാണ്, അല്ലേ? ശരിക്കും മാതാവ് നമ്മളെ ഇങ്ങനെ ഈ ലോകത്തേക്ക് ജനിച്ചു വരുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മളവിടെ ഉള്ളിൽ രൂപം കൊള്ളുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. നമുക്ക് വേണ്ടി പലഹാരങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, ഈ പ്രപഞ്ചം തന്നെ നമുക്ക് വേണ്ടി ഉള്ള എല്ലാം അമ്മയുടെ വയറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അമ്മയ്ക്ക് ആഗ്രഹം, ഈ വാക്കുകൾ എന്നൊക്കെ പറയല്ലേ, എന്തെങ്കിലും തിന്നാൻ തോന്നുന്നത്, അത് തന്നെ ഈ കൊച്ചിന് ആവശ്യമുള്ള എന്തെങ്കിലും കണ്ടൻറ്റ് കുറവുണ്ടെങ്കിലാണ് അമ്മയെ കൊണ്ട് അങ്ങനെ ആഗ്രഹിപ്പിച്ചിട്ടാണ് കുട്ടിക്ക് അത് കൊടുക്കുന്നത്. അങ്ങനെയാണ് കുട്ടി ജീവിക്കുന്നത്. അതോടൊപ്പം ഈ ഛർദ്ദിക്കുന്നതൊക്കെ ബോഡി ശുദ്ധീകരിക്കുന്നതാണെന്നാണ്. ആ കുട്ടിക്ക് അഹിതമായിട്ടുള്ള എന്തെങ്കിലും ആ ബോഡിയിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ഛർദ്ദിച്ച് കളഞ്ഞ് അവിടെ ശുദ്ധമാക്കിയിട്ടാണ് ഒരു കുട്ടിയെ അവിടെ വളർത്തി കൊണ്ടുവരുന്നത്. പണ്ടൊക്കെ പറയല്ലേ, ഈ 10ഉം 12ഉം ഒക്കെ പ്രസവിച്ച അമ്മമാർ 95 വയസ്സ് കഴിഞ്ഞേ മരിക്കത്തുള്ളൂ. കാര്യം അവരുടെ ബോഡി
12 പ്രാവശ്യം ശുദ്ധമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ പ്രപഞ്ചമാണ് ഈ അമ്മയുടെ വയറ്റിൽ നമ്മളെ ഒരു കരുവാക്കിയിട്ട് വളർത്തി ജീവിപ്പിച്ച് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തെ നമുക്കറിയത്തില്ല. നമ്മുടെ അച്ഛനമ്മയെ പോലും നമുക്കറിയാറില്ല. അവരോട് ചെയ്യേണ്ട കടമകൾ, അവർ ചിലപ്പോൾ നല്ല ആളുകളുണ്ടാവും, മോശം ആളുകളുണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അവർക്ക് യഥാവിധി വിദ്യാഭ്യാസമോ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ പറ്റണം എന്താണ് പേരൻസ് എന്ന്. നമ്മുടെ അച്ഛനമ്മയോട് നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് കണ്ടാണ് തീർച്ചയായിട്ടും കുട്ടികൾ വളരുന്നത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്തു പോവുകയാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും വീട്ടിൽ പറയും അമ്മയോട് പറയണ്ട, അല്ലെങ്കിൽ അമ്മയോട് വേറെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു പോകും, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടായിരിക്കും. നമ്മൾ ഓർക്കുന്ന അവർക്ക് 5 വയസ്സേ അറിയിട്ടുള്ളൂ, 6 വയസ്സേ ആയിട്ടുള്ളൂ, 8 വയസ്സേ ആയിട്ടുള്ളൂ, അത് കുഞ്ഞല്ലേ, അതിനൊന്നും അറിയത്തില്ലെന്നാണ്. നമ്മളെക്കാളും 10 മടങ്ങ് ഗ്രാസ്പിംഗ് പവർ ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജനറേഷനിൽ നമ്മൾ ഇപ്പോൾ മോളോട് പറയുകയാണ്, ഒരു 13 വയസ്സുള്ള മോളോട് അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള മോളോട് നമ്മൾ പറയുകയാണ്, മോളെ ഇവിടുന്ന് വളരെ ശ്രദ്ധിച്ചു പോകണം, അവിടെ ചെന്നിട്ട് ബസ്സിൽ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം, നിൻ്റെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടോ എന്ന് നോക്കണം എന്നെല്ലാം തള്ളമാരിങ്ങനെ പറയും. കുട്ടികളെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർ ശരിക്കും ശ്രദ്ധിച്ചറിയാം, അവരൊരിക്കലും ഇത് ശ്രദ്ധിക്കുന്നില്ല. കാര്യം നമ്മളുടെ ഒരു ജനറേഷൻ്റെ ഒരു സ്ലോവിലാണ്. നമ്മുടെ അമ്മ നമ്മളോട് പറഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോൾ അത് അതേ രീതി മനസ്സിലാവും. പക്ഷേ ഈ ജനറേഷനിലെ കുട്ടികൾ, ഇപ്പം നമ്മൾ ഒരു സഹോദരന് കൂട്ടുകാരനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെയല്ല ഇന്നത്തെ കുട്ടികൾ. ബ്രോ എന്നൊരൊറ്റ വാക്കിൽ അതെല്ലാം ആയി. എത്ര ഷോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവോ അതാണ് ഇന്നത്തെ കാലഘട്ടം. നമ്മൾ അവരോട് ഈ കഥ പറഞ്ഞ് ഇവരെ അഡ്വൈസ് ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും നമ്മളെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മളത് അറിയുന്നില്ല. നമ്മൾ ഈ കുട്ടികളുമായിട്ട് ഒരു മാനസിക അന്തരം, അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും തയ്യാറാകാതെ നമ്മൾ അവരെ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് അവസാനം നമുക്കുണ്ടാകുന്ന അനുഭവം വളരെ മോശകരമായിട്ടായിരിക്കും. നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ 24 മണിക്കൂർ ദൈവം തന്നിട്ടുള്ളതിൽ ഒരു കുറച്ച് സമയം നമ്മൾ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു കുടുംബത്തിൽ നല്ലതായിരിക്കും. അത്യാവശ്യം ഡിന്നർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ലഞ്ച് അവധി സമയത്ത് ഓരോരുത്തർക്ക് തോന്നുമ്പോൾ അവരവർ പോയിരുന്ന് കഴിക്കാതെ അച്ഛനും അമ്മയും ഒന്നിച്ച് മൊബൈലൊക്കെ മാറ്റി വെച്ച് ഇതൊക്കെ എന്തെങ്കിലും അതിനെക്കുറിച്ചോ ഫുഡോ കുടുംബത്തിലെ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് കൊടുത്ത് സംസാരിച്ചാൽ ആ കുട്ടികൾ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും. അതുപോലെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ആൺകുട്ടി പെൺകുട്ടി, പെണ്ണുങ്ങൾക്ക് ജോലി ആൺകുട്ടികളൊന്നും ചെയ്യല, അവനെക്കൊണ്ടൊന്നും ചെയ്യല, നീ പോയി ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. എല്ലാം ഒരേപോലെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അത് വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ചെയ്ത് കുട്ടികളിൽ ആ ഹാബിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ഈ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്തിപ്പം അച്ഛൻ ഓഫീസിൽ നിന്ന് കയറി വരികയാണ്, ആ വാതിക കയറിയിട്ട് ചെരുപ്പ് കാലേന്ന് അങ്ങ് തെറിപ്പിച്ച് കളയുകയാണ്. നമ്മൾ ഓർക്കും ഇത് നമ്മുടെ ഒരു ഹാബിറ്റാണ്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. നമ്മൾ തിണ്ണെ വന്ന് തെറിപ്പിക്കുന്ന അവൻ മുറ്റത്തുനിന്ന് ആ തിണ്ണയിലോട്ട് തെറിപ്പിച്ചിട്ടായിരിക്കും ആ കുട്ടി കയറി വരുന്നത്. അതുപോലെ ബാഗ് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടുക, ഡ്രസ്സ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇടുക. ഈ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ മാക്സിമം നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചോ എന്നുള്ളതല്ല, ഇനി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മാത്രമാണ് നമ്മളുടെ അവസാനം. ഇല്ലെങ്കിൽ അവർ കിടന്ന് വിഷമിക്കുന്നത് നമ്മൾ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ ചാവുന്ന സമയത്ത് സമാധാനമായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. കൊച്ചുങ്ങളെക്കുറിച്ച് ആദ്യമായി മോൾ അവിടെ നിൽക്കുന്നിടത്ത് സമാധാനമില്ല, അല്ലെ മോന് സമാധാനമില്ല, വന്നു കയറിയ പെണ്ണ് അങ്ങനെയാണ്. അപ്പോൾ ആ വന്നു കയറിയ പെണ്ണിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ അറിയണം എങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് ഒരു വധുവിനെ തിരഞ്ഞെടുക്കുന്നത്. അത് കുട്ടികൾ സ്വന്തം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലവ് എന്താണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ലവ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലവ് മാരേജും അറേഞ്ച് മാരേജും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ അറേഞ്ച് മാരേജ് മോസ്റ്റ്ലി ഒരു കൂടുതൽ സക്സസ് ആവാൻ സാധ്യത കൂടുതൽ അറേഞ്ച് മാരേജാണ്. ലവ് മാരേജിൽ സക്സസ് ആവുന്നത് വളരെ കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടാളും ലവ് ചെയ്യുമ്പോൾ പരസ്പരം ഇവർ ഈ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. നെഗറ്റീവായിട്ടുള്ളതെല്ലാം അവർ ഹൈഡ് ചെയ്യും. ഇവർക്കറിയാൻ പറ്റത്തില്ല. നോക്കുമ്പോൾ അവനെക്കുറിച്ച് ഇവരിങ്ങനെ ഭയങ്കരമായിരിക്കും, രണ്ടുപേരും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇതൊന്നിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ റിയാലിറ്റി അവർക്ക് മനസ്സിലാവും. അന്നേരം ആ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും.
ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിടുന്ന് തുടങ്ങി ജീവിതകാലം മുഴുവൻ അങ്ങനെ അവർക്ക് പോകണം. പക്ഷേ ചില വിശാലമായിട്ട് നല്ല കാഴ്ചപ്പാടുള്ള കുട്ടികൾ ആ ഒരു തലത്തിലേക്ക് വരുന്നുണ്ട്. അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരാളോട് ചോദിച്ചു, ഈ അറേഞ്ച് മാരേജും ലവ് മാരേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറയുകയാണ്, ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നമ്മൾ കെട്ടും, അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണിനെ നമ്മൾ കെട്ടും. മനസ്സിലായി എന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല. നമ്മൾ ശരിക്കും നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ വിവാഹത്തിൻ്റേതായ പ്രായമാകുന്നതിന് മുമ്പ് എന്താണ് വിവാഹമെന്നും എങ്ങനെയാണ് നമ്മളുടെ വധൂവരന്മാരെ സെലക്ട് ചെയ്യുന്നതെന്നും എന്താണ് ആ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ട ഒരു പ്രിക്വേഷൻ എന്നും ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പേരൻസിനോ അല്ലെങ്കിൽ മറ്റാരോ അല്ലെങ്കിൽ ത്രൂ ഈ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാട് കൊടുത്താൽ ഒരു കുഞ്ഞുങ്ങളും നമ്മളുടെ വാക്ക് വിട്ടു പോകത്തില്ല. കുട്ടികളുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു അമ്മ വിളിച്ചിട്ട് പറയുക, തിരുമേനി മോളുടെ വിവാഹം നോക്കാനുണ്ട്, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അവളുടെ ഓഫീസിലെ മേഡം അവൾ കല്യാണം കഴിച്ചിട്ടില്ല. അവർ 4 പെണ്ണുങ്ങളുണ്ട്, അവരാരും കല്യാണം കഴിച്ചിട്ടില്ല. അവരിങ്ങനെ ടൂറ് പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, ജീവിതം ഇങ്ങനെ എൻജോയ് ചെയ്യാനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ്. മനസ്സിലായി? അപ്പം ഇവളോട് പറയാൻ തന്നെ ഈ അമ്മയ്ക്ക് പേടിയാണ്. മോളെ ഒരു മാട്രിമോണിയിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവളൊരു നോട്ടം നോക്കി. അമ്മമാർക്ക് പേടിയാണ് കുട്ടികളോട് ഈ കാര്യങ്ങൾ പറയാൻ. അന്ന് ഞാനത് ദഹിച്ചു പോയി. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അച്ഛൻ ഗൾഫിലാണ്, കഷ്ടപ്പെടുക അവിടുത്തെ കാര്യത്തിൽ. അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ATM മെഷീനാണ്. അത് അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബൊഫേ സിസ്റ്റമാണ്. അവിടെ ചെന്നാൽ കഴിക്കാനുള്ളത് മേടിച്ച് കഴിക്കുക. ഇത് രണ്ടേ കുട്ടികൾക്ക് അറിയത്തുള്ളൂ. വേറെ ഇവരെന്താണെന്നും ഇവരുടെ പിന്നിലുള്ള കഥ എന്താണെന്നും കുട്ടികൾക്ക് അറിയത്തില്ല. ATM മെഷീനാണ് അച്ഛൻ. അച്ഛൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ അത് അമ്മ പറഞ്ഞു കൊടുക്കണം. അമ്മ എന്താണെന്ന് അച്ഛനും പറഞ്ഞു കൊടുക്കണം. അമ്മ അച്ഛന് കൊടുക്കുന്ന റെസ്പെക്റ്റും സ്നേഹവും കണ്ടുവേണം കുട്ടികളും ഈ അമ്മയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ. ഇന്നിപ്പം ഞങ്ങൾ രാവിലെ വൈഫും ഞാനും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഉച്ച ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ എൻ്റെ കുട്ടികൾ 2 പേരും വീട്ടിലുണ്ട്. അപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു, അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മ ഇല്ലാത്തതിൻ്റെ ആ കുറവുകൾ അവർക്ക് ഒത്തിരി ഫീലാവുന്നുണ്ട്. അമ്മയുണ്ടെങ്കിൽ വെക്കേഷനാണ്, അതിൻ്റെ വേറൊരു മൂഡാണല്ലോ. പക്ഷേ ഇതല്ല, ഇവർ തന്നെ രാവിലെ കുക്കിങ് മറ്റ് ക്ലീനിങ് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പം അമ്മയുടെ ആ കുറവ് വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ഫീൽ ആകുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ആ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് മനസ്സിലിരിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നമ്മൾ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് വളരാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഈ ലവ് മാരേജ് ശരിക്കും ലവ് മാരേജ് ആണ് സക്സസ് ആവേണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ, ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവർ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ വ്യത്യാസമാണ്. ഇവർ വെളിപ്പടയിൽ കണ്ട അവന് ജോലിയുണ്ട്, പൈസയുണ്ട്, വണ്ടിയുണ്ട്, അവനെന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടോ എന്ന് പോലും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ നോക്കുന്നില്ല. കാര്യം എന്താണ്? സിനിമയിലെ ഹീറോസൊക്കെ പുകവലിക്കും, ഡ്രിങ്ക്സ്, റൗഡീസം കാണിക്കും, അടി കാണിക്കും. ഇതൊക്കെയാണ് ഒരു ഹീറോ. ഈ ഒരു പരിവേഷമാണ് യുവതികളുടെ ഉള്ളിലിരിക്കുന്നത്. ഒരു ഹീറോ ഇങ്ങനെ ആയിരിക്കണം, ഒരു ഹീറോയിൻ ഇങ്ങനെ ആയിരിക്കണം. സിനിമയിലെ കണ്ടിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവൻ പുകവലിച്ചില്ലെങ്കിൽ ആണല്ല, അല്ലെ ഇച്ചിരി അടിച്ചില്ലെങ്കിൽ അവനാണല്ല. ഇങ്ങനെ ഒരു തോന്നലാണ് എല്ലാവർക്കും. ഇന്നൊക്കെ കുടുംബങ്ങളിൽ അവരുടെ ഡൈനിങ് ടേബിളിൽ വരെ ഈ സാധനം വന്ന് അച്ഛനും അമ്മയും അറിഞ്ഞു തന്നെ സ്ഥാനം പിടിച്ച് വന്ന ഒരു സാധനമാണ്. അത് ലോകത്തെ നശിപ്പിക്കാനുള്ള സാധനമാണ്. അതാണ് കുടിയെ കെടുക്കും എന്ന് പറയും. തമിഴ്നാട്ടിൽ തിരുക്കുറലിലെ ഒരു വാക്കാണ് കുടിയെ കെടുക്കും. കുടി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കുടിയുടെ അർത്ഥം കുടിലാണ്. വീടിനെ നശിപ്പിക്കുമെന്ന് കുടിച്ചാൽ. അതെങ്ങനെ വരുമെന്നോ അത് ജനറേഷൻ ക്യാപ്പാണ്. അച്ഛൻ കുടിക്കുമെങ്കിൽ അതിൻ്റെ പരിണതഫലം മക്കൾക്ക് വരെ ഉണ്ടാകുന്നു. അതിൻ്റെ ജനറ്റിക്കായിട്ട് വരെ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അങ്ങനത്തെ ഒരു സാധനത്തെയാണ് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മേടിച്ച് നമ്മളും ഗവൺമെൻറ്റിനെ നിലനിർത്താൻ വേണ്ടി നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ ലോകത്തിലേക്ക് ഈ പ്രപഞ്ചം നമ്മളെ വിട്ടതിന് ഒരു സത്യമുണ്ട്. ആ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് തിരിച്ചറിയത്തില്ലാതെ നമ്മൾ ജീവിച്ചുകൊണ്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. ചുമ്മാ ഈ ഒരു മൃഗതുല്യമായിട്ട് 2 കാലിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല. എൻ്റെ കുടുംബം, അല്ലെ എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, അല്ലെ എൻ്റെ സുഹൃത്തുക്കൾ, ഒരു നല്ല സുഹൃത്ത് വലയം തന്നെ നമുക്ക് ഉണ്ടാവണം. നല്ലവരായിട്ടുള്ള, നമുക്കൊരു അത്യാവശ്യത്തിന് അവരുടെ കുടുംബങ്ങളിലൊക്കെ ഒരു മാരേജ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചുപോയി. ആ ബന്ധുക്കളെല്ലാം ചേർന്നിട്ട് അതിൻ്റെ എല്ലാവരും കൂടിയിട്ട് അതിന് ചില ചടങ്ങുകൾ ചെയ്യുമല്ലോ 1 വർഷം കഴിഞ്ഞപ്പം. അപ്പം ഞാൻ പറഞ്ഞ 1 വർഷം കഴിയുമ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ പൂജ ചെയ്യേണ്ടത് പൂജ രാവിലെ ചെയ്തുകൊള്ളുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സത്സംഗം പോലെ വയ്ക്കാം.
അമ്മ എന്താണെന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാൻ ഒരു അവസരമാക്കി അതിനെ വിനിയോഗിക്കണം. ആണ്ടിനല്ല, 16-ന് മരിച്ച് 16-ാമത്തെ ദിവസം നമുക്ക് ഈ ഈ ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയൻ്റെ പിണ്ടം ആ അമ്മ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്കൊരു കാര്യങ്ങൾ ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൂടുമ്പോൾ അവിടെ നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊരു ഒരു 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 ഡിസ്കഷൻ വെച്ചാൽ അമ്മയുടെ ആത്മാവ് വളരെ സന്തോഷമാവും. എൻ്റെ മക്കളൊക്കെ ഞാൻ എന്താണെന്ന് അറിഞ്ഞു, അല്ലെ മക്കളും അതുപോലെ ഇനി ഒരു കാലത്ത് ഇതുപോലെ അച്ഛനും അമ്മയായി പോകും. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ ഇങ്ങനെയൊക്കെ ഉള്ള ചില അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ്. നമ്മളിതൊന്നും പ്രയോജനപ്പെടുത്താറില്ല. മരിച്ചു കഴിഞ്ഞാലും വെള്ളം വേണം, വീട്ടിൽ കയറി താമസമാണേലും വെള്ളം വേണം, കല്യാണമാണേലും വെള്ളം വേണം. അതിങ്ങനെ നാട് ഭരിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ഈ 80 വർഷം, ഈ 90 വർഷം കൊണ്ട് തീരുന്നതല്ല നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയുമ്പോൾ നമ്മൾ സഞ്ചരിക്കേണ്ട പാത നന്മയിലൂടെ ആണെങ്കിൽ നമ്മൾക്കതിൻ്റെ ബെനിഫിറ്റ് വളരെ വലുതായിരിക്കും. കാര്യം ഒരു മരിച്ച ആൾ, ഈ മരിച്ച് നമ്മൾ ഓർക്കത്തില്ലേ, ഇന്ന് ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് പറയും. അത് ശരിയാണ്. നമ്മൾ നന്മയുടെ പാദത്തിൽ ഇപ്പോൾ ഇന്നൊരു ഇത് കണ്ട പോലെ പറയുകയാണ്, ഈ ചുറ്റിക കൊണ്ട് എപ്പോഴും ഈ നേരെ നിൽക്കുന്ന ആണിയെ അടിക്കുകയുള്ളൂ, വളഞ്ഞ ആണിയെ അടിക്കാറില്ല. വളഞ്ഞ വഴിയെ പോയാൽ ഒരു കുഴപ്പമില്ല, നല്ലവനാണെന്ന് നോക്കിയിട്ടാണ് ആണിക്കിട്ടാണ് അടി കിട്ടുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ മരണപ്പെട്ടു പോകുന്ന ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മൃഗത്തിൻ്റെ ഒരു മൃഗത്തിൻ്റെ എല്ല് നമുക്ക് ഇപ്പോൾ ഒരു ലാബിൽ പരിശോധിച്ചാൽ അറിയാതെ എന്ത് മൃഗമാണ്, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചതാണ്, ആണാണോ പെണ്ണാണോ, അതിന് എത്ര വയസ്സുണ്ടായിരുന്നു, ഇതൊക്കെ ആ ബോണിൽ അതിൻ്റെ നോളേജ് ഉണ്ടെന്നാണ് പറയുക. എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നമ്മുടെ ബോഡിയിൽ തന്നെ അത് സേവ് ചെയ്യപ്പെടുന്നുണ്ട്. സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൻ്റെ ആ തലം ഒന്ന് മാറുകയും, ഈ മരിച്ചു പോകുന്ന ഒരാൾക്ക് നമ്മളുടെ ഒരു ദിവസം അവർക്കൊരു വർഷമായിട്ട് ഫീൽ ചെയ്യുമെന്നാണ്. അതാണ് മരിച്ചാൽ ഉടനെ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യണം, ഒട്ടും താമസിക്കാൻ പാടില്ലെന്നാണ്. ഇത് മരുമക്കളോ മോനോ ഒക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് 6-7 ദിവസമൊക്കെ ഈ ഐസിനകത്ത് ഇട്ട് വെച്ചേക്കുമ്പോൾ ഇയാൾ കിടന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ട് കിടന്ന് ആ ബോഡി ഇത് ഡിസ്പോസ് ചെയ്യാതെ ആ ആത്മാവിൻ്റെ കണക്ഷൻ അതിൽ നിന്ന് പോകത്തില്ല. ആ ഒരു അവസ്ഥ ഓർക്കണം. 7 വർഷമാണ് കിടന്ന് നരയിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചത്ത എവിടെയെങ്കിലും കിടക്കുമ്പോൾ ആരും കാണാതെ കിടന്നാലും അതും അനുഭവമാണ്. അവിടെ വെച്ച് ഈ കർമ്മങ്ങളെല്ലാം കണക്ട് ചെയ്യും, നമ്മൾ അനുഭവിക്കും അതിൻ്റെ തലങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ പറയുന്നത്, ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവനി. CCTV നമ്മുടെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം അപ്ഡേറ്റ് ചെയ്ത് സെർവർ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നന്മയുള്ള ജീവിതം, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ, ആരോടും ദേഷ്യപ്പെടാതെ, ആരോടും വഴക്കുണ്ടാക്കാതെ, വളരെ സമാധാനമായിട്ടും എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു ജീവിതം കൊടുക്കാൻ നമുക്ക് പറ്റണം, അല്ലേ? അപ്പോൾ ഈ അമ്മയുടെ വയറ്റിൽ, അപ്പം അന്ന് ആ ഒരു അമ്മയുടെ ചടങ്ങിന് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിൽ ഒരു 28 പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം കണ്ണ് നിറഞ്ഞിരുന്നാണ് അവർ ആ പ്രോഗ്രാം കേട്ടത്. അതായത് നമ്മളൊക്കെ പറയാറില്ലേ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ഓഗസ്റ്റ് 15-ഉം മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ രക്തദാനം ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളെല്ലാം. അത് പേപ്പർ എടുത്ത് പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിൽ വരെ നമ്മൾ എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കും. ഞാൻ ബ്ലഡ് കുത്തിയെടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ പോസ്റ്റ് ഇട്ട് നമ്മൾ ഫേസ്ബുക്കിൽ വൈറലാക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഓർത്തിട്ടുണ്ട്, ഈ രക്തം എല്ലാ മാസവും എല്ലാ വർഷവും ഇന്നയാളുടെ കെയറോപ്പിൽ, ഇന്ന സ്ഥലത്തിൽ, ഇന്ന സംഘടനയുടെ കെയറോപ്പിലൊക്കെ രക്തദാനം കൊടുക്കുന്നത് ഒരു ഹാബിറ്റായിട്ടാണ്. ശരിക്കും രക്തദാനം തരുന്ന ആരാന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും രക്തദാനത്തിൻ്റെ അവകാശി ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് നമ്മളുടെ വയറ്റിൽ ഒരടയാളമുണ്ട്, പുക്കിൾ എന്ന് പറയും, അല്ലേ? ഈ അമ്മയുടെ വയറ്റിൽ നമ്മൾ കിടക്കുമ്പോൾ അമ്മ കുറച്ച് ദോശയോ ഇഡ്ഡലിയോ ഇടിയപ്പോ ഒക്കെ തിന്ന് അത് അമ്മ ചവച്ചരച്ച് കഴിയുമ്പോൾ അത് കുറച്ച് കുഴലിലൂടെ നമ്മുടെ ശരീരത്തിൽ വരികയല്ല ചെയ്യുന്നത്. അമ്മയുടെ ബ്ലഡാണ്. ഈ ബ്ലഡ് നമ്മൾ 300 ദിവസമാണ് നമുക്ക് തരുന്നത്, ഓർത്തോണം, മനസ്സിലായോ? 300 ദിവസവും ഈ ബ്ലഡ് ദാനം ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക്, മനസ്സിലായി? ഏതായാലും അമ്മമാരെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വയറ്റിൽ ചുമന്നുകൊണ്ടാണ്. അപ്പോൾ അവരെ അറിയുന്നത് ഇപ്പോഴാണ് 300 ദിവസം ഇങ്ങനെ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെന്നായിരിക്കും. അതുകൊണ്ട് അത് പറയാത്ത 10 മാസം ചുമന്ന് നടന്നു, അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു കടപ്പാട്
ആ ഒരു രക്തം നമ്മുടെ ശരീരത്തിലൂടെയാണ് അവർ നമ്മളുടെ 25 ലക്ഷം വർഷത്തെ നമ്മളുടെ പാരമ്പര്യമാണ് ഈ ബ്ലഡിലൂടെ നമ്മളിലേക്ക് പകർന്നു നൽകുന്നത്. അല്ലേ? നമ്മൾ ആരാണെന്ന് നോക്കി, എത്ര വിനയമായിട്ട് ആ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ഈ വീരപ്പൻ വരെ അങ്ങനെ ഇരുന്നിട്ടാണ് ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് പിന്നെ മസിലൊക്കെ മീശയൊക്കെ പിരിച്ച് കൈയൊക്കെ തെറുക്കി കയറ്റി ആരാടാന്ന് അമ്മേനെ വരെ തല്ലിക്കൊല്ലുന്ന കാലമാണ്. പണ്ടൊക്കെ ഒരു പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ട്, പാരിൽ ദുഷ്പുത്രരുണ്ടാവും പറക തനയരിൽ ദുഷ്ടയാം അമ്മയുണ്ടോയെന്ന്. മോശം പിള്ളേരുണ്ടാവാം, പക്ഷേ അമ്മമാരൊരിക്കലും മോശമാകത്തില്ലെന്നാണ്. അമ്മമാർ മോശമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ അച്ഛനമ്മമാർക്കും ഇല്ലാത്തത് കൊണ്ടാണ്. എന്താണ് അച്ഛൻ, അല്ലെ എന്താണ് അമ്മ, അവരുടെ പാരമ്പര്യം എന്തുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് ജനിക്കാൻ കാരണം, എങ്ങനെയാണ് ഞാൻ ഇവരെ സെലക്ട് ചെയ്തത്? നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് വരുന്നത്, ഓർത്തണം. നമ്മളിപ്പോൾ പഠിച്ച കുട്ടി ഒരു ജോലി അല്ലെ പഠിക്കാനുള്ള ഏത് ഡിഗ്രി ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഈ അച്ഛനെയും അമ്മയും നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ ലോകത്തേക്ക് വരുന്നത്, അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ഒരമ്മ ഒരു കൊച്ചിനെ ഉള്ളിൽ കൊണ്ടു നടന്ന് അതിനെ വളർത്തി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നോ? അതായത് ഒരു കൊറോണ വന്നാൽ പോലും ഒരു തരത്തിലുള്ള പ്രശ്നം വരാത്ത രീതിയിലുള്ള ഒരു പ്രതിരോധ ശക്തിയാണ് മുലപ്പാൽ. ചില അമ്മമാർ കൊടുക്കത്തില്ല, ചില കുട്ടികൾക്ക് കിട്ടാനും ഭാഗ്യമില്ല. ശരിക്കും ഈ കൊറോണ കഴിഞ്ഞ് ഈ പ്രതിരോധത്തിൽ ജീവിക്കാതെ അഡിക്റ്റ് പോയിട്ടുള്ള ആൾക്ക് ഒന്നും ശരിക്കും മുലപ്പാൽ കിട്ടിയിട്ടില്ലെന്നാണ് ഇത് ഡോക്ടർമാർ പറയുന്നത്, നമ്മൾ പറയുന്നല്ല. മനസ്സിലായേ? ഇപ്പം മിനിമം ഇത്ര നാൾ മുലപ്പാൽ കൊടുക്കണമെന്ന് വരെ ഒരു അമ്മയ്ക്ക് അറിയത്തില്ല എൻ്റെ കുട്ടിക്ക്. മനസ്സിലായേ? അത് ഇവരുടെ വേറെ ചില ആളുകളാണ് തീരുമാനിക്കുന്നത്. ഇവരുടെ സൗന്ദര്യം പോവും, ഇതൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് എന്താണ് കുട്ടിക്ക് അമ്മയ്ക്ക് കുട്ടിയെ അറിയാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ കുട്ടിക്ക് അമ്മയെ അറിയാൻ പറ്റും? അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ലോകത്തേക്ക് ജീവിച്ച് വന്നിട്ട് ഓരോ പെൺകുട്ടികൾ പറയാണ്, ഫോൺ വിളിച്ച് പറയാ, ഈ അമ്മയുടെ തൊല്ല സഹിക്കാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും പോവാ, ഞാൻ വീട്ടിൽ ഇരിക്കുന്നത് അത് ചെയ്യുക ഇത് ചെയ്യുക തലമുടി ചെയ്യുക എണ്ണ വയ്ക്കുക, ഈ സ്വൈര്യം തരുന്നില്ല എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട്, നമുക്കിന്ന് എവിടെയെങ്കിലും പോവാം, ഒരു സിനിമയ്ക്ക് പോവാം, ഈ തള്ളയെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ ജനറേഷനിലെ ഒരു 80% കുട്ടികളും പറയുന്ന കാര്യമാണ്. ഒരു പെൺകുട്ടികൾ, ആൺകുട്ടികൾ പിന്നെ പോട്ടെ, അവരെ അറിയുന്നില്ല അമ്മ എന്താണെന്ന്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ ഇതൊരു പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്? ആരാണ് ഉത്തരവാദിത്തപ്പെടുള്ളത്? ആരാണ്? ഏതായാലും അമ്പലത്തിൽ ചെന്നാൽ അവിടുത്തെ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പള്ളിയിൽ ചെല്ലുന്നവർ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആരും പറഞ്ഞു കൊടുക്കാറില്ല, ആർക്കും ഇത് അറിയത്തില്ല, അല്ലേ? അപ്പോൾ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുട്ടി, അതാണ് തസ്മയുടെ ഒരു പ്രൊജക്റ്റ് തന്നെ എന്താണെന്നറിയാമോ? 2030 ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടികളും ബർത്ത് ഡിഫക്റ്റോടുകൂടി ജനിക്കില്ല എന്നാണ്. ഒരു കുട്ടി എങ്ങനെ ജനിക്കണം എന്ന് അമ്മയെ കൊണ്ട് ഗൈനക്കോളജി ഡിസൈൻ ചെയ്യിച്ചിട്ടാണ് ആ കുട്ടി ജനിക്കുന്നത്. ഗൈനക്കോളജി ത്രൂ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം കുട്ടികളൊക്കെ ഇങ്ങനെയായിരിക്കും ജനിക്കുന്നത്. ഇത് മറ്റ് രാജ്യക്കാർ കോപ്പി ചെയ്യുന്ന, മനസ്സിലായോ? അപ്പോൾ ഈ ജനിക്കുന്ന കുട്ടികൾ വളരെ ഇപ്പം ഞാൻ ഗുരുകുലത്തിലൊക്കെ പഠിച്ച് ആ ചെറുപ്പകാലത്തിൽ ഗുരുകുലത്തിലൊക്കെ പഠിച്ച് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വന്നപ്പം എന്നെ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഡ്രിങ്ക്സ് കഴിക്കാനോ ഒരു നോൺ വെജ് കഴിക്കാനോ എന്നെ വിളിച്ചാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ സബ്ജക്റ്റേ അല്ല അത്. മനസ്സിലായോ? എങ്ങനെ ഞാൻ ഇതിനനുസരിച്ച് സെറ്റായിട്ടിരിക്കുന്ന, എന്നെ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് ഒരമ്മയും അമ്മ പ്ലസ് ഗൈനക്കോളജി. ഒരു വാർഡിൽ ഒരു ഗൈനക്കോളജി ഉണ്ടാവും. ആ ഗൈനക്കോളജിയുടെ കൺട്രോളിലായിരിക്കും അവിടുത്തെ കംപ്ലീറ്റ് ഡെലിവറി, അവരുടെ കൺട്രോളിലായിരിക്കും. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഗർഭിണിക്ക് സിസേറിയൻ ഒരു 0.1% പാടുള്ളൂ, ബാക്കി നോർമൽ ഡെലിവറി ആയിരിക്കും. ഈ രീതിയിലാണ് ഫ്യൂച്ചർ ഭാരതത്തിലെ പ്രധാനമന്ത്രി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. തസ്മയുടെ സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണത്. അപ്പോൾ ഈ അമ്മ എന്താണെന്നറിയാതെ അല്ലെ കുടുംബം എന്താണെന്നറിയാതെ നമ്മൾ എന്തൊക്കെയോ ജീവിച്ച് എന്തൊക്കെയോ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കും, കുറച്ച് ജീവിക്കും, മിണ്ടും, കൂട്ടുകാരുണ്ടാവും, അടിച്ചു പൊളിക്കും, എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ പോവല്ലാതെ തൃപ്തികരമായിട്ട് ജീവിക്കുന്നു എന്ന് പറയാൻ ആർക്കാണ് പറ്റുക? ഒരു തരത്തിലും പറ്റുന്നില്ല. ഒന്ന് മസിൽ വിട്ടാൽ മതി, മനസ്സിലായോ? ഈ വീട്ടിൽ വന്നിട്ട് മസിൽ പിടിച്ചിരിക്കാതെ ഒന്ന് ഫ്രീ ആയാൽ മതി, അവരുടെ അടുത്ത് നിന്ന് ഓപ്പൺ ആയാൽ മതി, കുട്ടികളുടെ അടുത്ത് അല്ലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒക്കെ തീരുന്ന കേസേ ഉള്ളൂ.
ഇത് നമ്മൾ അവിടുത്തെ ജനറൽ മാനേജറാണെന്ന് പറഞ്ഞ് നമ്മൾ അവിടുത്തെ കസേര കയറി ഇരിക്കുകയാണ്. അതെടുത്തോണ്ട് പോവാ, ഇതെടുത്തോണ്ട് പോവാ, അങ്ങനെ ഇങ്ങനെ കറിക്കുന്ന തന്നെ ഉപ്പ് കുറഞ്ഞു പോയ, അല്ലെ ഉപ്പ് കൂടിപ്പോയി, ഇത് അടി പിടിച്ചിട്ടുണ്ട് അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ വർഷങ്ങളായിട്ട് ആ ഭാര്യ എന്ന് പറയുന്ന ഒരാളില്ലാതെ പോകണം, അല്ലെ അമ്മ എന്ന് പറയുന്ന ഒരാളില്ലാതെ പോകണം, അച്ഛൻ എന്ന് പറയുന്ന ഒരാളില്ലാതെ പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോരുത്തരുടെ വില മനസ്സിലാക്കുന്ന അവരുടെ ആബ്സെൻസിൽ മാത്രമാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന എന്തുകൊണ്ട് അവരുടെ പ്രസൻസിൽ നമുക്കത് മനസ്സിലാക്കിക്കൂടാ? അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കുടുംബത്തിലും ഇപ്പം ഞാനൊരു കുടുംബത്തിൽ പോയാൽ അവിടെ അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു പാക്കേജ് പോലെയാണ്. മിനിമം ഒരു 2-3 മണിക്കൂർ അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അച്ഛനുള്ളത് അച്ഛനും മനസ്സിലാവും, അമ്മയ്ക്കുള്ളത് അമ്മയ്ക്കും മനസ്സിലാവും, കുട്ടികൾക്കും മനസ്സിലാവും. ഇതൊക്കെ എൻ്റെ ഇവിടെ അടുത്ത് ഒരു ഡോക്ടറുടെ ഈ ഫാമിലി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ വെച്ച് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, തിരുമേനി വീട്ടിൽ വാ, എന്ന് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാം. അപ്പം ഞാൻ വീട്ടിൽ പോയി ലഞ്ച് കഴിച്ച്. കുട്ടികൾ 2 പിള്ളേരുണ്ട്, ഒന്ന് മെഡിസിൻ എടുക്കുന്നു, ഒന്ന് IAS പഠിക്കുന്നു. 2 പെൺപിള്ളേർ വന്ന് വീട്ടിലുണ്ട്, അവധിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ കുട്ടികളോട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒരു മണിക്കൂർ ചുമ്മാ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോന്നു. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തു, തിരുമേനി അതെന്താ ഇന്നലെ എന്താണ് പിള്ളേരോട് സംസാരിച്ചത്? ഞാൻ ചോദിച്ചു, എന്താ സാറേ കുഴപ്പമായോ, എന്തെങ്കിലും പ്രശ്നമായോ? അതല്ല, എന്നും രാവിലെ ഞാനും വൈഫും എഴുന്നേറ്റിട്ടാണ് പൂജാമുറിയിൽ രാവിലെ 6 മണിക്ക് ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ പൂജാമുറി റെഡിയാണ്. ഇവളുമാർ ആ ഏരിയ വഴി വരുന്നതല്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തിനാണ് രാവിലെ പ്രാർത്ഥിക്കുന്നതെന്നുള്ള കുട്ടികൾക്ക് മനസ്സിലായി. അത് അവരുടെ ഭാഷ പറഞ്ഞു കൊടുക്കണം. നമ്മളെപ്പോഴും ഈ ജനറേഷനെ കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ ആ 1500 രൂപയുടെ മൊബൈലാണ്, ഇവർ ഐഫോണാണ്, ഇവർ ആൻഡ്രോയിഡാണ്, ഇനി വരാൻ പോകുന്ന ഐഫോണാണ്. ഈ പഴയതിലെ ആപ്ലിക്കേഷനൊന്നും നമ്മൾ ഇങ്ങനെ നൂലഴിഞ്ഞഴിഞ്ഞ് പോകുന്ന ഒരു ഗെയിമില്ലേ, ആ ഗെയിം നമുക്കിത് കളിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒന്ന് മനസ്സിലാക്കി അവരെ കൂടെ നിർത്തണം. ബുദ്ധി ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അവരെ ഒന്ന് സ്നേഹിച്ച് കൂടെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതി അല്ലേ. അപ്പം ഈ ഒരു രീതിയിൽ കുടുംബത്തിൽ ഒരു ഇമ്പം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാലാണ് എന്ത് പറയാൻ പറ്റും, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം ഈ 300 ദിവസം നമ്മൾക്ക് രക്തദാനം തന്ന നമ്മുടെ അമ്മയാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്തിട്ടുള്ള ആൾ. ഇനി ആര് ചോദിച്ചാലും നിങ്ങൾ അങ്ങനെ പറയാവുള്ളൂ. അല്ലാതെ ഇച്ചിരി അത് കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പടമിട്ട് ഇത് കാണിക്കുന്നതല്ല രക്തദാനം. നമ്മൾ കടപ്പാടുണ്ട് ഈ ലോകത്തോട്, നമുക്ക് ഒത്തിരി കടപ്പാടുണ്ട്. നമുക്ക് വേണ്ടി ഒത്തിരി ആളുകൾ എത്ര സേവനം ചെയ്യുന്നുണ്ടെന്നറിയാമോ? നമുക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്നു, ഓട്ടോ ഓടിക്കുന്ന ആൾ, അയാളുടെ കുടുംബം നോക്കാനല്ല അയാൾ ഓട്ടോ ഓടിക്കുന്നത്. അയാൾ ഓട്ടോ ഓടാതിരുന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അയാൾ നമ്മൾക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ്. ഓരോരുത്തരും ഇനി ഇന്ത്യയിൽ അങ്ങനെയാണ് വരിക. എല്ലാവരും അവരവരുടെ സേവനം കൃത്യമായിട്ട് ചെയ്യുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് ശമ്പളം തരുന്നത് എല്ലാവർക്കും, വേറെ ആരുമല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമുള്ള ആളുകൾ ഭാരതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു എക്കണോമിയാണ് ഇനി ഫ്യൂച്ചറിൽ. അതുകൊണ്ടാണ് ഇപ്പോഴിരിക്കുന്ന ഈ ഒരു സിസ്റ്റം എല്ലാം നശിക്കുന്നത്. യഥാർത്ഥ പണ്ട് രാജകുടുംബമായിരുന്നല്ലോ, അതൊക്കെ മാറി നമ്മൾ ഈ ഡെമോക്രസിയിൽ വന്നു. ഇപ്പോൾ ഈ ഡെമോക്രസിയിലെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. അത് പോകുന്ന സമയത്ത് വരുന്ന വ്യത്യാസമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ 80 വർഷത്തെ കാൽക്കുലേഷനിലാണ് ഇത് കാണുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഒരു 200 വർഷം മുന്നേ എങ്ങനെയായിരുന്നു ഇവിടെ നമുക്കറിയത്തില്ലല്ലോ അല്ലേ. നമ്മൾ ഇത് കണ്ടുകൊണ്ടാണ് വിലയിരുത്തുന്നത്. ഇപ്പം ഞാൻ സുന്ദർ സാറിൻ്റെ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര മഴയാണ് അവിടെ. ഒരു 2 ദിവസം താമസിച്ച് പോയി. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഈ വീട്ടിൽ എപ്പോൾ വന്നാലും ഈ 365 ദിവസവും മഴയാണ്. അപ്പോൾ സാറ് പറയാം, തിരുമേനി ഇങ്ങനെയല്ല, ഇത് നല്ല ക്ലൈമറ്റ് ഉണ്ട്, നല്ല സ്ഥലമുണ്ട്, നമുക്കിവിടെ കാണാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്, പോകാം. ലോകം അങ്ങനെയാണ്. നമ്മളിത് കണ്ട് വിലയിടരുത്. പിന്നെ ഈ മാറി ജനിച്ചു വരുന്നത് നമ്മൾ തന്നെയാണ്, അത് നമ്മൾ അറിഞ്ഞോണം. അത് നമ്മൾ പല സബ്ജക്റ്റ് എടുക്കാനുണ്ട്. നമ്മുടെ ഡെത്ത് എന്താണ്, ബർത്ത് എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളത് വലിയ ടോപ്പിക്കാണ്. നമുക്ക് ഈ 1 മണിക്കൂറിലൊന്നും കിട്ടിയാലേ. നമ്മൾ എവിടെയെങ്കിലും ലൈവ് പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മളറിയാം നമുക്ക് എന്താണ് നമ്മുടെ ഈ റീബർത്ത് എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ, ഇതൊക്കെ കറക്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല ഈ കാര്യത്തിൽ. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കുടുംബത്തെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം, ഒന്ന് തുറന്നു പറയാൻ തയ്യാറാവണം. അല്ലാതെ ഒന്നിനെയും പേടിച്ചോ വിഷമിച്ചോ ഹൈഡ് ചെയ്തോ ഇത് ചെയ്തോ ഒക്കെ പോകാതെ ഒരു ഓപ്പൺ മൈൻഡായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ തന്നെ ഒന്നും ഹൈഡ് ചെയ്യാതെ, മനസ്സിലൊരു ഭയം വരാതെ,
ഒരു ഓപ്പൺ മൈൻഡായിട്ട് നമ്മൾ ജീവിച്ചാൽ തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ് നമ്മളെ തേടാൻ ആരംഭിക്കുന്നതാണ്. നമ്മുടെ അച്ചീവ്മെൻറ്റ് നമ്മളെ അന്വേഷിക്കാൻ തുടങ്ങും. അതായത് നമുക്ക് തേടേണ്ട നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അടുത്ത് വരും. നമ്മളല്ലെങ്കിൽ നമ്മൾ ശരിയല്ലെങ്കിലോ ഇപ്പം നാളെ കിട്ടേണ്ടത് ഒരു മാസം കഴിഞ്ഞേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥന കറക്റ്റായിട്ടുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛനമ്മമാരോടുള്ള നമ്മുടെ സമീപനം ഇന്ന് തന്നെ കഴിയുമെങ്കിൽ നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കണം. അതുപോലെ നമ്മുടെ പേരൻസ്, നമ്മുടെ മക്കൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമ്മുടെ അയൽക്കാർ, ഇവരോടൊന്നും കാണിക്കുമ്പോൾ കൊറോണയൊക്കെ വന്ന സമയത്തും പ്രളയം വന്നപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായി അയൽക്കാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയൊക്കെ വില. അതുകൊണ്ട് എപ്പം ആർക്ക് എന്ത് സേവനം എവിടെ വരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മളൊരു ഒരു സമാധാനത്തിൻ്റെ ഒരു പ്രൊവൈഡറായിട്ട് നമുക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സുഖമാണ്. വലിയൊരു സുഖമാണ്. അത് നമുക്ക് തിരിച്ചറിയാതെ പോകരുത്. ഇതറിയാതെ ജീവിക്കുന്നിടത്തോളം ഒരു മണ്ടത്തരം ലോകത്തിൽ വേറെ ഒന്നുമില്ല. കാര്യം നമ്മൾ ഈ ലോകത്തിൽ പ്രപഞ്ചം നമുക്ക് എന്തൊക്കെ ഇണക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ നാട്ടിന് വേണ്ടി. ഈ ഇപ്പോൾ കുട്ടികളൊക്കെ ഓർത്ത് നോക്കിയേ, ചെറിയ കുട്ടികളെ നിങ്ങളുടെ വീട്ടിലൊരു 12 വയസ്സിൽ കുറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളോട് പറയണം, അവരുടെ ലൈഫിൽ ഈ ചെറിയ വയസ്സിൽ ഇന്നിപ്പോൾ എല്ലാവരും ഈ സിനിമയൊക്കെ കണ്ട് ഒരു 12 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും ഒരു ലൈൻ ഉണ്ടായില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറവാണ്. കോളേജിൽ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ പ്രേമിക്കുന്നതിന് മുമ്പ് അവരറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 15 വയസ്സായവരോട് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയാമോ? നമുക്കത് സുഖമാണെന്ന് തോന്നിയാലും ഒരിക്കലും അത് സുഖമല്ല. പണ്ട് സുഖമായിരുന്നു, ഇപ്പോൾ സുഖമല്ല. എന്താണെന്നറിയാമോ? ഇപ്പോൾ എന്ത് പറ്റി? നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നീ എവിടെ പോയി, നീ എന്തൊക്കെ ചെയ്തു, ഇന്ന് എന്നാ കഴിച്ചേ, ഇന്ന് എവിടെ പോയി, ഇന്ന് ആരൊക്കെ നിന്നെ കാണാൻ വന്നു, നീ ഇന്ന് എവിടെയെങ്കിലും പോവും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവരോട് പറയാൻ പറ്റാത്ത എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് നമ്മൾ ഹൈഡ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കല. പക്ഷേ ഓർത്തോണം, വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അതായത് അവൻ്റെ ലൈഫ് ഡിസൈൻ ചെയ്യേണ്ട ടൈമാണ്. അവനെ തേടി ഇഷ്ടംപോലെ വിദ്യാഭ്യാസത്തിലൂടെ അവൻ നേടിയെടുക്കേണ്ട ഒത്തിരി അച്ചീവ്മെൻറ്റ് പറഞ്ഞില്ലേ നമ്മൾ ഫിംഗർ പ്രിൻറ്റിലൂടെ DMIT-യിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന അവൻ്റെ ടാലൻറ്റ്. അവൻ എൻജിനീയർ ആവേണ്ടവനാണ്, അല്ലെ അവൻ ഡോക്ടർ ആവേണ്ടവനാണ്. ഇതെല്ലാം മറന്നു പോവും. അവൻ്റെ ലക്ഷ്യബോധം പോവും. അപ്പോൾ ആ ലക്ഷ്യബോധത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ തടസ്സമാകുകയാണ് ഈ സിനിമയും ഇന്നത്തെ ഈ മൊബൈലിലൂടെ ഇവരുടെയുള്ള സൗഹൃദം. നല്ല സൗഹൃദങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുട്ടികളുടെ സുഹൃത്തുക്കളുമായി നമ്മളും സൗഹൃദം സ്ഥാപിക്കണം. നമ്മളായിരിക്കണം അവരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പെൺകുട്ടികളുടെ ആദ്യത്തെ സുഹൃത്ത് ശരിക്കും അച്ഛനായിരിക്കണം. ആൺകുട്ടികളുടെ ആദ്യത്തെ സുഹൃത്ത് ശരിക്കും അമ്മയായിരിക്കണം. ആ അമ്മ സെലക്ട് ചെയ്യുന്ന ആളായിരിക്കണം. ആ കുട്ടി അമ്മ ഇടപെട്ട് കണ്ടിരിക്കണം, എൻ്റെ മോൻ്റെ സുഹൃത്ത് ആരാണ്, അല്ലെ എൻ്റെ മോളുടെ സുഹൃത്ത് ആരാണ്. അവരെ പരിചയപ്പെടണം, അവരെ കാണണം, അവരോട് സംസാരിക്കണം. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും, അവരെ കെയർ ചെയ്യാൻ പറ്റും, അവരെങ്ങനെയുള്ളവരാണ്, അവരുടെ റൂം അല്ലെ അവരുടെ ഫ്രണ്ട് ആരാണെന്ന് അറിഞ്ഞാൽ അവൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അവൻ ഒരാളോടും മിണ്ടാതെ, ചില അമ്മമാരുണ്ട് ഇങ്ങനെ ചിറകിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടിരിക്കും മക്കളെ. അവരൊന്നിനും സ്വാതന്ത്ര്യം ഇല്ലടാ. രാവിലെ മുതൽ ടോർച്ചറിങ്. നീ അവിടെ പോയോ, അത് ചെയ്തോ, നാളെ വിളിച്ചോ, അത് ചെയ്തോ. ഇവനൊരു ഫ്രീഡവും കൊടുക്കാതെ ഈ ഒറ്റ ഇതിലിങ്ങനെ കുട്ടികളെ ഇങ്ങനെ വളർത്തി കൊണ്ടുപോയിട്ട് ഇവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവൻ ലാസ്റ്റ് ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയിട്ട് അവൻ്റെ വിവാഹ ജീവിതം വരെ നശിച്ചു പോകും. അപ്പോൾ അവനവിടെ പോയി അല്ലെ ഒരു പെൺകുട്ടിയോട് മിണ്ടി, അല്ലെ പെൺകുട്ടിയാണ് ഒരു ആൺകുട്ടിയോട് മിണ്ടി, ഉടനെ അവിടെ പ്രശ്നമായി ഇടപെട്ട് അത് ആരാണ് ഇതാണ് ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഇവർ തീരുമാനിക്കുക, ഇയാളുടെ പിടിയിൽ നിന്ന് ഞാൻ നോക്കിയോ, ഞാൻ ഒരു ദിവസം കാണിച്ചു തരുമെന്ന് അവനുള്ളിൽ തീരുമാനം എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള രീതിയിൽ കുട്ടികളെ കൊണ്ടാകാതെ കുട്ടികളെ ശരിക്കും സ്നേഹമാകണം. അപ്പം ലവ് എന്ന് പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? ലവ് മാരേജ് നല്ലതാണ്. എങ്ങനെ? അത് തിരിച്ചറിവാണ്. ഇപ്പോൾ ഒരു അമ്മയോട് മക്കളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വഴക്ക് കൂടി പുറത്ത് പോവാണ്. എന്നിട്ട് ആ മകൻ തിരിച്ചു വരുന്ന കണ്ടിട്ടുണ്ടോ? അവൻ ആദ്യം മുറ്റത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കും അമ്മ എന്തെടുക്കുകയാണെന്ന്. എന്നിട്ട് പയ്യെ തിണ്ണയിൽ കയറി നിന്ന് നോക്കും. എന്നിട്ട് പയ്യെ അടുത്ത് വന്ന് ഒരു ചിരിയൊക്കെ ചിരിച്ച് അമ്മേനെ വന്ന് സോപ്പിടും. അപ്പോൾ അമ്മ സ്നേഹമായിട്ട് വരും. അപ്പോൾ എന്താ പറ്റുമെന്നറിയാമോ?